A machine crafted for those who demand more from every ride. With razor-sharp handling, race-tuned precision, and a heart that beats pure power. It's built to dominate both city streets and the open track. Every twist of throttle delivers unmatched adrenaline, making every ride a step beyond ordinary. SKR Motorworks presents the all-new TVS Apache RTR 200 4V 2025. എല്ലാവർക്കും ടി വി എസ് അപ്പാച്ചെ RTR 200 4V 2025 ഒരു റൈഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം ആദ്യം തന്നെ ചുരുക്കി ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് പറയാം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു ഗോൾഡൻ USD ഫോർക്ക് വന്നു. അതുപോലെ ഈ ഒരു ടയറിൻ്റെ വീൽസിൻ്റെ നമുക്ക് റെഡ് കളർ അലോയ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ഹാൻഡിൽ ബാർ ഡിസൈൻ. ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇതുപോലത്തെ ഒരു സിംഗിൾ പീസ് ഹാൻഡിൽ ബാറാണ്. മെയിനായിട്ടുള്ള ചേഞ്ചസ് അതൊക്കെയാണ്. പിന്നെ കളർ വേരിയൻസ് 3 അഡീഷണൽ വന്നു. ഈ കാണുന്ന ഒരു ഗ്രേ, അതുപോലെ ഗ്ലോസി ബ്ലാക്ക്, മാറ്റ് ബ്ലാക്ക്, ഇങ്ങനെ 3 കളർ ഓപ്ഷൻസാണ്. ഇതുപോലത്തെ ചെറിയൊരു ഗ്രാഫിക് ഡിസൈൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാം ഓവറോൾ സിമിലർ ആണ്. അപ്പോൾ എന്തായിരുന്നാലും നമുക്കിനി ഓടിച്ചിട്ട് പറയാം. ഓവറോൾ ഡിസൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള ഒരു ബാറ്റ്, അതായത് നമ്മുടെ വവ്വാൽ എന്ന് പറയുന്ന സാധനം ഒരു ഇരയെ പിടിക്കാനായിട്ട് വളരെ അഗ്രസീവായിട്ട് നിൽക്കുന്ന ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബോഡി വർക്ക് മൊത്തത്തിൽ നോക്കുമ്പം നമ്മളുടെ അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്ററിൻ്റെ ആ ഒരു സെറ്റപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് ഇവിടുത്തെ ഈ ഒരു സംഭവം ബാറ്റ്മാൻ്റെ ഒരു വെപ്പൺ പോലെയാണ് ചെയ്തിരിക്കുന്നത്, ബാറ്റ്റാങ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈലിൽ. അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി പഴയ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്ന് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയുന്നില്ല. സൗണ്ട് അത് ആസ് യൂഷ്വൽ പൊളിയാണ്. 200cc നല്ല ബേസുള്ള ഇടിവെട്ട് സൗണ്ടുള്ള ബൈക്കാണ് RTR എന്ന് പറയുന്നത്. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു 200cc ബൈക്ക് തന്നെയാണ്. ഒരു SOHC എഞ്ചിനെ ബേസ് ചെയ്ത് നോക്കുമ്പം വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് ഒരു 0 to 100 റീച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എഞ്ചിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു എൻജിൻ കപ്പാസിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 198cc ആണ്. 21 PS പവറും അതുപോലെ 17 Nm ടോർക്കുമാണ് ഏകദേശം വരുന്നത്. അത് 9000 RPM പവർ ഫിഗേഴ്സ് വരുന്നത്. 7250 RPM ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മാക്സിമം ടോർക്ക്. പിന്നെ ഇതിനകത്ത് 3 റൈഡിംഗ് മോഡ്സ് ഉണ്ട്: അർബൻ, റെയിൻ, സ്പോട്ട്. അപ്പം അർബനിലും റെയിനിലും ഒരു ചെറിയ പവർ കുറച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ഭീകരമായ മാറ്റമൊന്നുമില്ല. സ്പോർട്ട് മോഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 4 PS ഡിഫറൻസേ ഉള്ളൂ. ഓവറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കഴിഞ്ഞാൽ ടോപ്പ് എൻഡിലേക്ക് കയറുമ്പോൾ ഉള്ള വ്യത്യാസമാണ് മെയിനായിട്ട്. അതായത് നമ്മളിപ്പോൾ ഒരു 105 ഇതിൻ്റെ ഒരു അർബൻ അതുപോലെ റെയിൻ എന്ന് പറയുന്ന മോഡ്സിൽ ടോപ്പ് സ്പീഡ് വരുന്നത്. അതേസമയം സ്പോർട്ട് മോഡിലേക്ക് വരുമ്പം നമുക്ക് ഒരു 120+ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. 125, 130 അടുത്ത് വരെയൊക്കെ മാക്സിമം കിട്ടും. എൻജിൻ റിഫൈൻമെൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിൻ തന്നെയാണിത്. TVS വർഷങ്ങളോളം അവരുടെ ഒരു എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു എൻജിനാണ് ഇതിനകത്ത്. അപ്പോൾ RTR 200 എൻജിൻ അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ഒരു എൻജിനായിട്ടാണ് പലരും പറയുന്നത്. കാരണം ഒരു ലോങ് ടേം യൂസ് ചെയ്തിട്ടും ഇപ്പോഴും ആ ഒരു അതേ വണ്ടിയുടെ ഒരു തുടക്കത്തിലുള്ള അതേ സ്മൂത്ത്നെസ് വണ്ടിക്ക് കിട്ടുന്നുണ്ടെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഇത് പെർഫോം ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇനിഷ്യൽ പുള്ള് നല്ല രീതിക്കുണ്ട്. സ്പോർട്ട് മോഡിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതുപോലെ മിഡ് റേഞ്ചിലും നല്ല പഞ്ചുണ്ട്. ടോപ്പ് എൻഡ് കുറച്ച് സ്മൂത്താണ്. അപ്പോൾ നമുക്ക് സിറ്റി റൈഡിലും അതുപോലെ തന്നെ ഇടയ്ക്കൊരു വീക്കെൻഡ് റൈഡൊക്കെ ലോങ് റൈഡ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ട് പറ്റാവുന്ന തരത്തിലുള്ള ഒരു എൻജിൻ പിക്കപ്പ് അല്ലെങ്കിൽ എൻജിൻ പെർഫോമൻസ് എന്ന് വേണേൽ പറയാം ഈ ഒരു വണ്ടിയിൽ. ഇതിനകത്തൊരു ചാട്ടം തുടക്കത്തിൽ തന്നെ കിട്ടുന്നുണ്ട്, സ്പോർട്ട് മോഡിലും അതുപോലെ ഈവൻ അർബൻ മോഡിലാണെങ്കിലും അതുപോലെ റെയിൻ മോഡിലാണെങ്കിലും.
ആ ഒരു ചാട്ടം ആക്ച്വലി റെയിൻ മോഡിലും അർബൻ മോഡിലും അത്രയും വേണ്ടിയിരുന്നില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്പോർട്ട് മോഡ് എന്ന് പറയുന്നത് പെർഫോമൻസിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മോഡ് എന്നുള്ള നിലയ്ക്കും ബാക്കി മോഡുകൾ നമുക്ക് സിറ്റി പർപ്പസിന് വേണ്ടി മാത്രം വളരെ ലോ പെർഫോമൻസിൽ ആക്കിയിരുന്നെങ്കിൽ കുറേ കൂടെ മൈലേജും അതുപോലെ തന്നെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ആ ഒരു ജമ്പിങ് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. പവർ ഫിഗേഴ്സ് വെച്ച് നോക്കുമ്പം ഇതിൻ്റെ പെർഫോമൻസിൽ 3 മോഡുകളും തമ്മിൽ ഭീകരമായ മാറ്റം പറയാൻ പറ്റത്തില്ല, ഒരു മാർജിനലായിട്ടുള്ള മാറ്റമേ ഉള്ളൂ. ഈ വണ്ടി ഹീറ്റ് മാനേജ്മെൻറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളിയാണ്. ഓയിൽ കൂളിംഗ് സെറ്റപ്പാണ്. അതുപോലെ റാം എയർ അസിസ്റ്റ് വരുന്നുണ്ട് ഈ ഫ്രണ്ടിൽ. അതായത് നമ്മൾ ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് മാക്സിമം എയറിനെ പിടിച്ച് ഈ ഒരു ഓയിൽ കൂളിംഗ് സെറ്റപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള കൂളിംഗ് സിസ്റ്റം ഇതിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ ഹെവി ആയിട്ട് നമ്മളൊരു അരമണിക്കൂറൊക്കെ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞ് തന്നെ പോകുമ്പോൾ മാത്രമാണ് ചെറിയൊരു ഹീറ്റ്, അതൊരു നോർമൽ ഹീറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഈ ഒരു വണ്ടി നല്ല കൂളിംഗ് സിസ്റ്റം അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഇതിനകത്ത് ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ഡിസൈൻ ഔട്ട്ഡേറ്റഡ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. എന്നാൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പതിയെ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇനിയിപ്പോൾ ഒരുപാട് കാലം ഇതേ ഡിസൈൻ വെച്ച് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹെഡ്ലൈറ്റ് ഡിസൈനൊക്കെ കുറച്ചൊന്ന് ചേഞ്ച് ചെയ്ത് ഗ്രാഫിക്സൊക്കെ ബെറ്ററായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ഒരു ലുക്ക് ആൻഡ് ഫീല് കിട്ടും. എന്ന് വെച്ചാൽ ലുക്കില്ലെന്നല്ല, വണ്ടി അഗ്രസീവായിട്ടുള്ള സ്റ്റൈലിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ഒരു പൊസിഷൻ വെച്ചിരിക്കുന്നത് കുറച്ച് താത്തി ആയതുകൊണ്ട് തന്നെ ഒരു അഗ്രസീവ്നെസ് കിട്ടുന്നുണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ കാലക്രമേണ നമുക്ക് ഡിസൈൻ ഔട്ട്ഡേറ്റഡായി പോകാതെ നോക്കേണ്ടത് ഒരു ബ്രാൻഡിൻ്റെ ഉത്തരവാദിത്വമാണ്. എങ്കിൽ മാത്രമേ ഉള്ളൂ അതിന് പ്രോപ്പറായിട്ടുള്ള സെയിൽ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ബൈക്കാണ് 200cc. അപ്പോൾ പ്രൈസിൽ എന്ത് മാറ്റം വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5300 റുപ്പീസ് എക്സ്ഷോറൂം പ്രൈസിൽ മാറ്റം കൊടുത്തിട്ടുണ്ട്, USD ഫോർക്കും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട്. പിന്നെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 1.95 lakhs അടുത്ത് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രൂസിങ് സ്പീഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70 to 80 നല്ലൊരു സ്പോട്ടാണ്. നമുക്കൊരു 85-90 വരെയൊക്കെ കൈ റിങ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് പോകാം. അതിന് മേലെ പോകുമ്പം വണ്ടി സ്ട്രെസ്ഡായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് വണ്ടി ഓടിക്കേണ്ട ഒരു സിറ്റുവേഷനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, വണ്ടി പുള്ളി ചെയ്യുക, അതിനൊന്നും പ്രശ്നമില്ല. 100 വരെയും വണ്ടി സ്മൂത്തായിട്ട് തന്നെ പുള്ളി ചെയ്യുന്നുണ്ട്. സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്, അത് ലൈറ്ററാണ്. എന്നുവെച്ചാൽ ഓവർ ലൈറ്റ് എന്ന് പറയുന്നില്ല, ഒരു സ്ലിപ്പർ ക്ലച്ചുള്ള ബൈക്കിൻ്റെ ഒരു ക്ലച്ച് വെച്ച് നോക്കുമ്പം ഒരു മീഡിയം ലൈറ്റായിട്ടുള്ള ക്ലച്ച് എന്ന് പറയാം. അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ് വന്നിരിക്കുന്നത്. അതുപോലെ ബ്രേക്ക് ലിവറും അഡ്ജസ്റ്റബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എർഗണോമിക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ബാർ പൊസിഷൻ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഈ കാണുന്ന ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് പുതിയ മോഡലിൽ മാത്രമേ ഉള്ളൂ. അപ്പം പഴയ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ഒരു ലുക്ക് വൈസ് എനിക്ക് അതിഷ്ടമായിരുന്നു. ഇതിപ്പം ഒരു നോർമൽ കമ്മ്യൂട്ടർ ബൈക്കിൻ്റെ സെറ്റപ്പിലുള്ള ഹാൻഡിൽ ബാറാണ്. ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു മികവിന് വേണ്ടി കൊടുത്ത ഒരു ഹാൻഡിൽ ബാർ ആണെന്നാണ് TVS ക്ലെയിം ചെയ്യുന്നത്. അപ്പം എനിക്ക് മറ്റേ ഹാൻഡിൽ ബാറുമായിട്ട് ഇത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓവർ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സ്റ്റിൽ നമുക്ക് ആ ഒരു ലുക്ക് വൈസ് നമുക്ക് ഓടിക്കുന്ന സമയത്ത് വണ്ടി കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീല് കിട്ടും എന്നുള്ളതാണ് അതിനകത്ത്. പിന്നെ മിറേഴ്സ് എന്ന് പറയുന്നത് നല്ല സ്റ്റേഡി ആയിട്ടുള്ള മിറേഴ്സാണ്, അത്യാവശ്യം വിസിബിലിറ്റിയൊക്കെ ഉണ്ട്. വൈബ്രേഷൻ ഈ വണ്ടിയിൽ കാര്യമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ മിററൊക്കെ നമുക്ക് ഒരു ഹൈ സ്പീഡിൽ പോകുമ്പോഴും അത്യാവശ്യം വിസിബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയൊരു പൊടിക്ക് വൈബ്രേഷൻ എവിടെ വളരെ 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 മിനിമലായിട്ടുള്ള വൈബ്രേഷൻ എവിടെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 6000 RPM റേഞ്ചിലും പിന്നെ ഒരു റെഡ് ലൈനിലേക്ക് അടുത്ത് വരുമ്പോഴും ആണ് ചെറിയൊരു തരിപ്പ് അവിടെ ഇവിടെയൊക്കെ. അല്ലാതെ കാര്യമായ വൈബ്രേഷൻ ഇതിനില്ല. അത് നല്ലൊരു കാര്യമാണ്. റിഫൈൻമെൻറ്റ് ബെറ്റർ ആക്കുമ്പോൾ നമുക്ക് കംഫർട്ടും കൂടും, ഓടിക്കാനുള്ള ഒരു സുഖവും. അതുപോലെ എന്താ പറയുക, എൻജിൻ വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അടിപൊളിയാണ്. ക്ഷീണം തോന്നത്തില്ല, അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്.
പിന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 വരെ നല്ല സ്റ്റേബിളാണ് വണ്ടി. അതിന് മേലെയും സ്റ്റെബിലിറ്റി ഉണ്ട്, പക്ഷേ അൺഈവനായിട്ടുള്ള ഈ ഒഴുകി കിടക്കുന്ന ടൈപ്പിലുള്ള റോഡുകൾ വരുമ്പം ചെറിയൊരു കോൺഫിഡൻസ് ലെവൽ കുറയുന്നുണ്ട്. സ്റ്റിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ സ്ട്രെച്ചിൽ കുഴപ്പമില്ല. ക്രോസ് വിൻഡൊക്കെ അടിക്കുന്ന സമയത്ത് ചെറിയൊരു എന്താ പറയുക, നമുക്ക് സ്പീഡ് കൂട്ടണോ വേണ്ടോ എന്നുള്ള ഒരു ചിന്ത വരും. അപ്പോൾ 100-110 വരെയൊക്കെ നല്ല സ്റ്റേബിളാണ് വണ്ടി. ഒരു സസ്പെൻഷൻ സെറ്റപ്പിൻ്റെ കാര്യം പറയുമ്പം അതും കൂടെ പറയണം. റിയറിലെ സസ്പെൻഷൻ ഒരുപാട് ഹാർഡും അല്ല, ഒരുപാട് സോഫ്റ്റും അല്ലാത്ത രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹൈവേയിലും അതുപോലെ തന്നെ സിറ്റിയിലും കംഫർട്ട് കിട്ടും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ എപ്പോഴും ടോപ്പ് സ്പീഡിലൊക്കെ പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു 100+ ഒക്കെ എപ്പോഴും സ്ഥിരമായി പോകുന്നുണ്ടെങ്കിൽ ഹൈവേയിൽ നമുക്ക് റിയർ സസ്പെൻഷൻ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ സ്റ്റിഫ് ആക്കിയിട്ട് ഓടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ USD ഫോർക്ക് വന്നിരിക്കുന്നത് എന്താ പറയുക, ചെറിയൊരു നേരിയ വ്യത്യാസമുള്ളൂ മറ്റേ ടെലിസ്കോപ്പിക് നോർമൽ സസ്പെൻഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ വലിയ ഓവറായിട്ടുള്ള ഫീഡ്ബാക്കിൽ എനിക്ക് ഡിഫറൻസ് തോന്നുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പം നോൺ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫ്രണ്ട് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. പഴയ ടെലിസ്കോപ്പിലേക്ക് നമുക്ക് ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അഡ്ജസ്റ്റബിൾ അല്ല, ആ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. പിന്നെ ലുക്ക് വൈസ് അടിപൊളിയാണ്. നമുക്ക് എത്രത്തോളം ഫീഡ്ബാക്ക് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാർജിനലായിട്ടുള്ള ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ കോർണറിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ എർഗണോമിക്സിൻ്റെ കാര്യത്തിൽ സീറ്റിംഗ് കംഫർട്ടിൻ്റെ കാര്യം ഓവറോൾ സിമിലറാണ്, കാര്യമായ മാറ്റമൊന്നുമില്ല. നമുക്കൊരു 5.9 5.10 ആ ഒരു റേഞ്ചിൽ വരുന്ന ആൾക്കാർക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അതിന് മേലെ ഹൈറ്റ് ഉള്ളവർക്ക് അത്രത്തോളം കംഫർട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളുടെ ഈ ഒരു ടാങ്കിനോട് ചേർന്ന് നമ്മുടെ കാലിരിക്കുന്നത് അത് ചെത്തി വെച്ചിരിക്കുന്ന പോലെയാണ്. അപ്പോൾ കറക്റ്റ് ഹഗ് ചെയ്തിരിക്കാൻ പറ്റും. പക്ഷേ ഹൈറ്റ് കൂടിയവർക്ക് നമ്മളുടെ കാല് വയ്ക്കുമ്പം കുറച്ചൊരു ഡിസ്കംഫർട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൽ തട്ടാൻ സാധ്യതയുണ്ട് ഈ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ ആ ഒരു എഡ്ജിൽ. അപ്പോൾ ഹൈറ്റ് ഉള്ളവർ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് റൈഡൊക്കെ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ ഒരു വലിപ്പം ഭയങ്കര ബൾക്കിയാണ് കേട്ടോ. ഒരു ഭീകര വണ്ടിയായിട്ട് തോന്നും നമുക്ക് ഇരുന്ന് ഓടിക്കുന്നവർക്ക്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിച്ച് ക്വാളിറ്റിയൊക്കെ പഴയ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പ്ലാസ്റ്റിക് ക്വാളിറ്റി അത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനും തോന്നി. ബാക്കിയൊക്കെ നല്ലൊരു പ്രീമിയം ലുക്ക് തരാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ TVS അത്യാവശ്യം ഒരു ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി, പ്ലാസ്റ്റിക് പാർട്സൊക്കെ കുറച്ച് ബെറ്ററാക്കി അവർ ചെയ്യാറുണ്ട്. ഒരു ചാത്തനാണെന്ന് നമുക്ക് തോന്നത്തില്ല. പിന്നെ പ്രത്യേകിച്ച് USD ഗോൾഡൻ USD വരുന്നത് കൊണ്ടൊക്കെ തന്നെ നമുക്കൊരു പ്രീമിയം ഫീല് അവർ തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു മീറ്റർ കൺസോൾ ഒരു TFT ഒക്കെ ആക്കി കളർഫുൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ ഇത് പ്രാക്ടിക്കലാണ് കേട്ടോ ഈ ഒരു മീറ്റർ കൺസോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എർഗണോമിക്സിൻ്റെ കാര്യത്തിൽ ഒരു എന്താ പറയുക, കുറച്ചൊരു റിയർ സെറ്റാണ് നമ്മുടെ ഫുഡ് ബക്കിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ക്രാഷ് ഗാർഡ് അത്ര എന്താ പറയുക ചെറുതാണ്, ആക്ച്വലി അത്യാവശ്യം സ്ട്രോങ് ആണ്. പക്ഷേ കുറച്ചുകൂടെ വലിപ്പം കൊടുക്കാനും തോന്നി. തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് ഫ്യൂൽ ടാങ്കും ക്രാഷ് ഗാർഡിൻ്റെ ഒരു വിഡ്ത്ത് വന്നിരിക്കുന്നത്. അതർവൈസ് കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ഗ്രാബ് റെയിലൊക്കെ സ്ട്രോങ് ആണ്. പില്യൻ സീറ്റിൻ്റെ കംഫർട്ട് ഒരു സിറ്റി റൈഡിൽ കുഴപ്പമില്ല. അത്യാവശ്യം ഫ്ലാറ്റാണ്. ഇത്തിരി ഒരു മീഡിയം സ്റ്റിഫായിട്ടുള്ള ഒരു കുഷ്യനാണ്. ലോങ് റൈഡിൽ റൈഡറിന് കംഫർട്ടബിൾ ആയിരിക്കും. പില്ലിന് അത്രത്തോളം കംഫർട്ടെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ എന്നുള്ള രീതിയിലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ടയർ ഗ്രിപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റിയറിൽ 130 സെക്ഷനാണ്. സിയറ്റിൻ്റെ ടയേഴ്സാണ് വന്നിരിക്കുന്നത്. അതുപോലെ 90 സെക്ഷനാണ് ഫ്രണ്ടിൽ. അലോയ് വീൽസ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഓവറോൾ ഗ്രാഫിക്സും ഇതിൻ്റെ ഒരു ഷാർപ്പ് എഡ്ജും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഈവൻ ഈ ബ്രേക്ക് ലിവറിൽ ഒരു വൈറ്റ് ഗ്രേ ടോണ് കൊടുത്തിരിക്കുന്നതും ഒക്കെ ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ TVS ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഓയിൽ കൂളിംഗ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. ഇത് റാം എയർ അസിസ്റ്റാണ് ഈ ഒരു കാണുന്ന സംഭവം. അപ്പം ഓവറോൾ തെറ്റില്ലാത്തൊരു വണ്ടിയാണ്. ഈ ഒരു വണ്ടിയിൽ ഹാപ്പിയാണ് ആക്ച്വലി. നമുക്കിതിൻ്റെ എക്സോസ് നോട്ട് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പാച്ചെ A64 എന്ന് പറയുന്ന ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ ചിറകിൻ്റെ അടിയിലൊക്കെ ഈ മെഷീൻ ഗണ്ണ് പോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കില്ലേ, അത് ക്യാരി ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഈ ഒരു എക്സോസ്റ്റിൻ്റെ അത് പൊളിയായിട്ടുണ്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം പ്രിസൈസായിട്ട് വീഴുന്നുണ്ട് വണ്ടി ഗിയർ. ഇതിൻ്റെ ഓരോ ഗിയറിലും അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ടോർക്ക് ഫിഗറാണ് കിട്ടുന്നത്.
പിന്നെ സെക്കൻഡ് ഗിയറിൽ നമ്മൾ സിറ്റിയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ഒന്ന് ക്ലച്ച് താങ്ങി ഓടിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നി. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റോൾ ചെയ്യാൻ പോവുകയാണോ എന്ന് തോന്നുന്ന ഒരവസ്ഥയിലാണ് വർക്ക് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഒരു പഞ്ച് കൊടുക്കാനെന്ന് തോന്നി. ഫസ്റ്റ് ഗിയറിൽ നല്ല ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ചാനൽ ABS ആണ്. ഡിസ്ക് ബ്രേക്ക് വരുന്നത് ഒരല്പം കൂടെ വലുപ്പമുള്ള ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ബൈറ്റ് അല്പം കൂടെ കൂട്ടിയിട്ടോ ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുമായിരുന്നു. ഇത് കോൺഫിഡൻസിന് തീർത്തും മോശമാണെന്നല്ല, ഇപ്പോൾ വളരെ ഹൈ സ്പീഡിൽ പോയിട്ട് നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഷാർപ്പല്ല, അതേ ഉള്ളൂ. അതായത് പ്രോഗ്രസീവായിട്ടുള്ള ഒരു ബ്രേക്ക് ഫീഡ്ബാക്കാണ്. ഗ്രാജുവലായിട്ട് സ്റ്റോപ്പ് ആവുന്ന ഒരു ബ്രേക്കിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത് ഒരു സിറ്റി കമ്മ്യൂട്ടർ അല്ലെ ബിഗിനേഴ്സിനൊക്കെ ഓടിക്കാനായിട്ട് പാകത്തിനുള്ള ഒരു അവസ്ഥയിലും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളിതിപ്പം പൊളിച്ചോടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഫീഡ്ബാക്ക് അല്പം ബെറ്റർ ആയാൽ കൊള്ളാം എന്ന് തോന്നും. അതർവൈസ് കോൺഫിഡൻസിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഇപ്പം വലിയ ഡിസ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അൺസ്പ്രങ് വെയിറ്റ് കൂടും. അപ്പോൾ ഹാൻഡ്ലിങ്ങിനെ ചെറുതായിട്ട് അഫക്റ്റ് ചെയ്യും. അത് ഓവറായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിപ്പം നമ്മൾ ഈ ഒരു വണ്ടി എപ്പോഴും റേസ് ട്രാക്കിലൊന്നും ഓടിക്കാനായിട്ട് ആരും പോകുന്നില്ല. വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ ഇങ്ങനെ ഒരു വണ്ടി എടുത്തിട്ട് പോവുള്ളൂ. പക്ഷേ ഈ ഒരു വണ്ടി റേസ് ട്രാക്കിൽ ഓടിക്കാൻ അടിപൊളിയാണ് കേട്ടോ. കാരണം റേസ് ട്രാക്കിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ബിൽറ്റ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് TVS അതിൻ്റെ കേപ്പബിലിറ്റി ശരിക്കും നമുക്കത് റേസ് ട്രാക്കിൽ ഓടിക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഒരു നോർമൽ യൂസിന് നമുക്ക് അൺസ്പ്രങ് വെയിറ്റ് കൂടിയത് കൊണ്ട് അത്ര വലിയ പ്രശ്നം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്താണ് സ്പ്രങ് മാസ് അല്ലെ അൺസ്പ്രങ് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ സസ്പെൻഷൻ്റെ ജോയിൻറ്റ് വരുന്നില്ലേ, വീലിൻ്റെ സെൻട്രലിൽ നിന്ന് മുകളിലേക്ക് വരുന്ന പോർഷൻസ്, ബോഡി, എൻജിൻ, റൈഡർ, മറ്റ് ബോഡി പാർട്സുകൾ, അതൊക്കെയാണ് സ്പ്രങ് മാസ് എന്ന് പറയുന്നത്. അൺസ്പ്രങ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീലിൻ്റെ, അതായത് സസ്പെൻഷൻ്റെ എഡ്ജിൽ നിന്ന് താഴോട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, അതായത് വീൽസ്, ടയർ, ബ്രേക്ക്, ഡിസ്ക് ബ്രേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്വിംഗ് ആം, ഇതൊക്കെ അൺസ്പ്രങ് മാസിൽ വരുന്ന പാർട്സുകളാണ്. ഈവൻ സസ്പെൻഷൻ്റെ ഒരു ചെറിയ പാർട്ടും അൺസ്പ്രങ് വെയിറ്റിൽ വരും. പക്ഷേ അതൊരു സെമി അൺസ്പ്രങ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഈസി ആയിട്ട് പറയാനായിട്ട് സ്പ്രങ് മാസ് അതുപോലെ അൺസ്പ്രങ് മാസ് എന്ന് പറയാം. അൺസ്പ്രങ് വെയിറ്റ് കുറയുമ്പം ഹാൻഡ്ലിങ് വളരെ ലൈറ്ററാവും. അപ്പോൾ ഈ ഒരു വണ്ടി ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. എക്സ്ട്രീം ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. ഒരു 152 അല്ലെ 150+ kg വെയിറ്റുള്ള വണ്ടിയാണ് നമുക്ക് ഓടിക്കുമ്പോൾ തോന്നത്തേ ഇല്ല. അതുപോലെയാണ് ഇതിൻ്റെ ഹാൻഡ്ലിങ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് TVS പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണിക്കുന്നത് അവരുടെ ആ ഒരു റേസിങ്ങിലുള്ള എക്സ്പീരിയൻസ് ആണ് കാണിക്കുന്നത്. സ്പ്രങ് മാസ് കൂടിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോങ് റൈഡൊക്കെ ചെയ്യുന്ന സമയത്ത് വണ്ടിക്ക് വെയിറ്റ് കൂടുമ്പം നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ബെറ്റർ ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് യാത്ര വളരെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും. അപ്പം അതാണ് സ്പ്രങ് മാസും അൺസ്പ്രങ് മാസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കുറിച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഓവറായിട്ട് ടെക്നിക്കലേക്ക് സൈഡിലേക്ക് പോകുന്നില്ല. അതിനുള്ള ഒരു നോളജും എനിക്കില്ല. ഞാനിത് പലതും വായിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്ന ഒരു ഡ്യൂട്ടിയാണ് ഞാൻ ആക്ച്വലി ചെയ്യുന്നത്. ഞാനൊരു എൻജിനീയറോ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല. ബേസിക്കലി ഞാനൊരു ഡിസൈനറാണ്. അപ്പം പഴയ നമ്മുടെ സ്ഥിരം ആൾക്കാർക്ക് അതറിയാം. അപ്പോൾ എന്തായിരുന്നാലും ഇതിൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡെയിലി കമ്മ്യൂട്ടും അതുപോലെ തന്നെ അടിപൊളി. അത്യാവശ്യം വീക്കെൻഡ് റൈഡിങ്ങും ഒക്കെ ചെയ്യാനും കോളേജിൽ പഠിക്കുന്ന യൂത്തായിട്ടുള്ളവർക്കും ഒരു ഓഫീസ് ഹോം സെറ്റപ്പിൽ തിങ്ക് ചെയ്യുന്ന ഒരാൾക്കും ഒരു മീഡിയം ഹൈറ്റും ഷോർട്ടായിട്ടുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു വണ്ടിയാണ് RTR 200 4V 2025. ഒരേ സമയം വെറും പാവത്താനും ഒരേ സമയം കിടിലിനും ആയിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി. കാരണം ഇതിൻ്റെ പെർഫോമൻസ് അതുപോലെയാണ്. നിങ്ങൾക്ക് വലിയ പവർ വേണമെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലൈറ്റായിട്ട് ഒന്ന് ആക്സിലറേഷൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി വളരെ പതുങ്ങിയേ പോവുള്ളൂ. സ്മൂത്താണ്, വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു ജെൻറ്റിൽമാനെ പോലെയാണ്. അതേസമയം നമ്മളിപ്പോൾ ചെറുതായിട്ട് റിങ് ചെയ്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഒരു ഭീകര വണ്ടിയായിട്ട് മാറും. അപ്പോൾ അതുപോലെ ഇമ്പാക്റ്റ് തരുന്ന ഒരു വണ്ടിയാണ് RTR 200. പ്രധാനപ്പെട്ട ചേഞ്ചസും ചെറിയൊരു റൈഡ് ഫീലും കൂടെ കൊടുത്തിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ വീഡിയോ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ രംഗം ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോ വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.